ഒരു സ്നേഹ വീടുണ്ട്. അതാണ് പീസ് വില്ലേജ്. ഇവിടെ അവരെ ചേർത്ത് പിടിക്കുന്നു. ഇനി വേർപിരിഞ്ഞു പോകാമകലേ, ഇരു കണ്ണീരിനുറവകൾ പോലെ മധുഗാനങ്ങൾ തീർന്നു വീണയിൽ, മലർ കോർത്തതെല്ലാം വാടി മാലയിൽ. സരോജിനി അമ്മ. നല്ല രസമുള്ള കാണാൻ. ഭാരതിയമ്മ സാധാരണക്കാരിയൊന്നുമല്ല കേട്ടോ, നല്ല അടിപൊളി എഴുത്തുകാരിയാണ്. ഭാരതിയമ്മ എഴുതിയ ഒരു ബുക്കാണല്ലേ ഇത്, വേഷങ്ങൾ, ജീവിതം, കവിത ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പോൾ നിങ്ങളിത് എന്തായാലും വാങ്ങിക്കണം. അതിലത്തെ ഒരു പാട്ട്, അതിലത്തെ ഒരു കവിത അപ്പോൾ ഭാരതിയമ്മ ചൊല്ലില്ല. നമുക്ക് വേണ്ടി നാടാം വയനാട്ടിൽ പ്രസിദ്ധമാം പീസ് വില്ലേജ് എന്ന നാമം അന്വർത്ഥമാക്കിയിടും വണ്ണം നിലകൊള്ളൂ മണിമന്ദിരം. പല ദേശക്കാരായും പല ഭാഷക്കാരായും പ്രായഭേദമില്ലാതെ സസുഖം വസിച്ചിടുന്നൊരു കൂട്ടുകുടുംബമാണിത്. ഇതിൻ ശില്പിയാണല്ലോ മുഹമ്മദ് ഹാജി മഹാശയൻ, ദൈവദൂതനെ പോലെ ആതുര പരിപാലകൻ, സ്നേഹവും കരുണയും തന്നു പാലിക്കും പരിപാലകൻ. അച്ഛനമ്മമാരെ പോൽ സ്വന്തം കൂടപ്പിറപ്പോൾ ത്യാഗമെന്നതേ ജീവിതമെന്നുറച്ചു സേവിപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ദൃഢമാണ് ഈശ്വര സന്നിധാനം, ഇടറുന്ന മനസ്സുകൾക്ക് അഭയതാരം. ഞാനിവിടെ വന്നതിന് ശേഷം വന്നൊരുണ്ട്. കൊല്ലത്തിൽ കൂടുതലായി അങ്ങനെ തുടങ്ങി ഇതിങ്ങനെ പ്രസിദ്ധീകരിക്കണം ഞാൻ എഴുതുന്നതല്ല. ഇവിടുത്തെ പ്രത്യേകിച്ച് ഇവിടെ പണിയൊന്നുമില്ല, അങ്ങനെ ഇരിക്കുന്നു. ഓരോന്നും ഇപ്പോൾ ഇതുവരെ തിരുവാണൂരി തന്നെ എഴുതുന്നത്. അപ്പം എല്ലാവരും ഭാരതിയമ്മൻ്റെ ഈ ബുക്ക് വാങ്ങിക്കണം, വായിക്കണം. എന്നിട്ട് ഭാരതിയമ്മനെ വന്ന് കാണണേ. കരളുരുകി മരിക്കും മുമ്പിൽ കവിളിൽ മുത്തം തരണേ, സുജൂതിലുമ്മ കരങ്ങിക്കൊണ്ടിരുതു കണ്ടാണുറക്കം, കനവിൽ പോലും നനച്ചിടാതെ സ്തുതികദിനം വധിച്ചു, ഉള്ളു കരിഞ്ഞും കൊണ്ട് സ്വർണ്ണക്കുട്ടിൽ കീവിധി മാത്രം ഉമ്മ ഞങ്ങളു മാത്രം. എപ്പോഴും അന്ന് ഇങ്ങനെ എന്നും ഇങ്ങനെ കല്യാണം മക്കൾ ഞങ്ങളെ സ്വീകരിച്ചിരിക്കുക. ഞങ്ങൾ എടുത്തുള്ള അച്ഛനമ്മയായിരിക്കും. ഞാൻ എല്ലാവർക്കും ഇനി കുറച്ച് ദിവസം കൊണ്ട് പോയ ബുദ്ധി മുത്തച്ഛനാണ്. എനിക്ക് ശരിക്കും മക്കളൊക്കെ ഉണ്ടായ പേരക്കുട്ടികളെ അതിന് ഞാൻ വിചാരിച്ചത് എനിക്ക് വലിയ ഇഷ്ടം. ഇങ്ങനെ അമ്മൂമ്മ വിളിക്കുമ്പോൾ എനിക്ക് മനസ്സിലൂടെ എത്ര സന്തോഷം അറിയാം. ഞാനും ചേച്ചി വിളിച്ച് പെൺകുട്ടികളൊക്കെ കാലത്ത് കുട്ടികളൊക്കെ ചേച്ചി വിളിക്കും, ചേച്ചി വിളിക്കണം. മക്കളെ അമ്മ വിളിക്കുക, അമ്മൂമ്മ വിളിക്കുക. പക്ഷെ കാണാൻ അത്രക്ക് പ്രായമല്ലോ. അത് ഞാനായി അച്ഛനെ എഴുതുന്നുണ്ട് അത് പേടിയായി. പിന്നെ അതിന് വേണ്ട മതിയായി എല്ലാ അനുഭവത്തിലുണ്ട്. ഇപ്പോൾ കൊച്ചിനുമായി സന്തോഷമുണ്ട്. ഒന്നിനും ഒന്നേലും സംഖ്യ വന്നിട്ട് വിചാരിക്കും പറയുന്നത് മനസ്സിൽ വിചാരിക്കും ആ സംഖ്യ കൂടെ ആ സംഖ്യ കൂട്ട്, പിന്നെ ഒരു 8 കൂടെ കൂട്ട്, ടോട്ടൽ ഓർമ്മയുണ്ടോ? അത് പതിനെടുത്ത് ആദ്യം സംഖ്യ വിചാരിച്ചിട്ട് അത് മൈനസ് ചെയ്യാൻ അപ്പൊ മകളുടെ മനസ്സിൽ 4 ആയിരിക്കും. എളുപ്പ വഴിയുണ്ട് മോളെ കഥയുടെ പഠിക്കുന്നത്. അപ്പൊ എളുപ്പ വഴിയെന്ന് പറയുന്നത് സാധാരണ നമ്മൾ പെട്ടെന്ന് എന്തും ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം എന്നോട് തിരിച്ചു ചോദിക്കും. അതിന്റെ പുസ്തകമുണ്ട്. 1 to 9 വരെ ഒരു നമ്പർ മനസ്സിൽ വിചാരിക്കും. അതേ സംഖ്യ കൂട്ട്, അതേ സംഖ്യ കൂട്ട്, അതിന് ഡബിൾ കണ്ടുപിടിക്കുക അല്ലേ. പിന്നെ ഒരു സംഖ്യ മോളെ കൂട്ടാൻ പറഞ്ഞാൽ 2, 4, 6, 8 ഇതിൽ ഏതെങ്കിലും സംഖ്യ കൂട്ടാൻ പറഞ്ഞു. 4 കൂട്ടും. എന്നിട്ട് ടോട്ടൽ പകുതി എടുക്കണം. ടോട്ടൽ 4 കൂട്ടി കഴിയുമ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് അതിൽ മൊത്തം നോട്ട് 10 എടുക്കും. എന്നിട്ട് ആദ്യം വിചാരിച്ചതൊക്കെ മൈനസ് ചെയ്യും.
ബാക്കി എത്രയെന്നല്ലോ ചോദ്യം. മോളെ എത്ര നാലാണ്. അല്ല മോളെ എത്ര കൂട്ടാൻ പറഞ്ഞത് അത് പോയത്. അപ്പം 2. ആ ഓക്കെ, ഞാൻ മനസ്സിലായി. അത് ഞങ്ങളുടെ ദൈവത്തിന് നാമം പറയും. ദൈവം നമ്മൾ എപ്പോഴും മേലോട്ടുനിന്ന് ഇരിക്കാൻ പോകണം. ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നില്ല. ദൈവത്തിൻ്റെ വിദ്യാർത്ഥന നമ്മൾ എപ്പോഴും നന്നായിരിക്കണം. അങ്ങനെ രണ്ടാളും ദൈവത്തിന് മാച്ചിങ് കപ്പിൾസ് ആയിരുന്നു. അങ്ങനെയല്ല ഒരേ